നമ്മുടെ നവാസിക്ക് പോയപ്പം 3 മക്കളുണ്ട്. ഒരു കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്തം ഇനി മുഴുവൻ നിയാസിക്ക്. അങ്ങനെ ഇല്ല, അങ്ങനെ ഒരാളും ഇല്ല. എല്ലാവരുടെ ഉത്തരവാദിത്വം അവരവരിൽ തന്നെയാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രഹന നവാസ് അധ്വാനിച്ച് വെച്ചതുണ്ട്. ഒരു 4-5 കോടിയുടെ അസറ്റ് അവനുണ്ട്. രഹന തന്നെ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൽ വേദനയുണ്ട്, അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെ പറയാൻ പ്രാപ്തരായല്ലോ അവര്. ചേച്ചി ഇപ്പൊ എങ്ങനെയാ റിക്കവറായ? സമയമെടുക്കും. നമ്മൾ എങ്ങനെ പറഞ്ഞാലും അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കുറേ സമയമൊക്കെ വളരെ ബെറ്റർ ആയിട്ടിരിക്കും, വേറെ ചില സമയങ്ങളിൽ വളരെ ഡൗൺ ആവും. അതെത്ര വന്നാലും ചില ഓർമ്മകൾ വരുമ്പോൾ നമ്മളത് വേട്ടയാടിക്കൊണ്ടിരിക്കും. രഹനത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നവാസിക്ക് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഏതൊരു ഭാര്യയ്ക്കും അങ്ങനെയാണ്. അല്ല, അതങ്ങനെയാണല്ലോ. എൻ്റെ ഭാര്യയ്ക്കും അങ്ങനെ പറ്റില്ല, ഭാര്യ ഇല്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് നമ്മുടെ ആ ബന്ധത്തിന്റെ തീവ്രതയാണത്. ഒരു അപ്രതീക്ഷ വിയോഗമായിരുന്നു അല്ലേ? ഇപ്പോഴും ആള് കൂടെ ഉള്ളതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അതെ, നമുക്ക് നഷ്ടങ്ങളിൽ എപ്പോഴും ഒരു വേദന ഉണ്ടാവില്ല. പക്ഷെ ഞാനതിനെ ഓവർകം ചെയ്തു എന്നാണ് എനിക്ക് പറയാനായിട്ട്. എനിക്ക് ആദ്യം സ്റ്റാർട്ടിങ് കുറച്ച് ദിവസങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ പെട്ടെന്ന് ഓവർകം ചെയ്തു. മരണം എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ, അത് നമുക്കിടയിലുള്ള ആ ഒരു ബന്ധങ്ങളുടെ, അല്ലെങ്കിൽ നമ്മൾ കരുതി വെച്ചിട്ടുള്ള ചില സംഗതികളുടെ പര്യവസാനത്തിലുണ്ടാവുന്ന വേദനയാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ്? പല ആളുകളും ഞാൻ നവാസിന്റെ അനുജനായിട്ടാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതെ, എന്റെ 2 വയസ്സിന് താഴെ. ഞങ്ങള് 3 പേരാണ്. ഞാൻ, നവാസിന്റെ താഴെ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ. അതില് നടുക്കുള്ള ആളാണ് പോയത്. ഉമ്മാനൊക്കെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ഞങ്ങള് ജ്യേഷ്ഠാനുജന്മാരെന്നുള്ള ഒരു ഇതൊന്നും അല്ല. ജ്യേഷ്ഠാനുജൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അടിയുണ്ടായിട്ടുള്ളൂ. ചെറുപ്പം മുതലേ, വളരെ ചെറുപ്പം മുതൽ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ വീട്ടിലൊരു കാര്യം ഇപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് പറ, ഞാൻ മാത്രം പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുള്ള വഴക്ക് ചെറുപ്പം മുതലുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ജ്യേഷ്ഠനാണ് അനുജനാണെന്നുള്ളൊരു, പിന്നെ ഈ 2 വയസ്സ് വ്യത്യാസമല്ലേ ഉള്ളൂ. സാഹോദര്യ ബന്ധത്തിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കൊരു സുഹൃത്ത് ബന്ധമാണ് ഞങ്ങൾക്കിടയിലുണ്ട്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു കാര്യമല്ലേ. നമുക്കെല്ലാവർക്കും അറിയാലോ ഒരു ദിവസം മരിക്കുന്നുള്ളത് അല്ലേ. എന്നിട്ടും നമ്മൾ വാവിട്ട് കരയും. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണെങ്കിലും നമ്മൾ വാവിട്ട് നിലവിളിക്കും. അത് സഹിക്കാൻ പറ്റാത്തൊരു വേദന തന്നെയാണത്. പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാനില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൂ.